ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു നാടൻ മുട്ടക്കറിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ, ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലോട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക് ആ വെളിച്ചെണ്ണയിൽ വഴറ്റുക. കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് വഴറ്റുക. വഴന്ന് വരുമ്പോൾ നല്ലോണം മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് നല്ലൊരു മണം വരും. പച്ചമുളകിൻ്റെയും തക്കാളീൻ്റെയും ഉള്ളിൻ്റെയും ആ ഒരു നല്ല മണം വരുമ്പം നമ്മൾ അതിലോട്ടേക്ക് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല കേട്ടോ, അതെല്ലാം ഇട്ട് അരച്ച് എടുത്ത അരവ് ഇതിലോട്ടേക്ക് ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇതേ പരുവത്തിലാവും കേട്ടോ. ഈ പരുവത്തിലാവും. അതിലോട്ടേക്ക് പുഴുങ്ങി വെച്ച മുട്ട ചേർക്കണം. 4 മുട്ടേൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ വിട്ടുപോയി, ചതച്ച് വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചിട്ട്, വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടണേ, കറിവേപ്പിലയും കൂടി. അപ്പോൾ നമുക്ക് റോസ്റ്റെല്ലാക്കുമ്പം അത് ജീര റൈസിൻ്റെ കൂടിയും അങ്ങനെയുള്ള ചോറിൻ്റെ കൂടെ ആയിരിക്കും നല്ല ടേസ്റ്റ്. നമ്മൾ നാടൻ കുത്തരിച്ചോറ്, കുറുവേരിച്ചോറ് അല്ലെങ്കിൽ വെള്ളരി ഏതായാലും ഏതായാലും അതിൻ്റെ ചോറിനാവുമ്പോഴത്തേക്ക് കുറച്ച് ചാറും ഇതൊക്കെ കൂട്ടി ഒരു നാടൻ കറിയായിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് മസാലകളൊന്നും അങ്ങനെയില്ല. ഒരു നുള്ളി ഗരം മസാലയൊക്കെ ഇടണ്ടു, കുരുമുളക് പൊടി അത്ര ഇടണ്ടു. പിന്നെ അങ്ങനെ ഇത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി 2 ഞാൻ എടുത്തേ, ഉള്ളി, തക്കാളി, പച്ചമുളക് കേട്ടോ. പച്ചമുളക് 4 എടുത്തു, 2 വലിയ ഉള്ളി എടുത്തു, 1 തക്കാളി എടുത്തു. തക്കാളി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞു. ഓക്കെ, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് വഴറ്റി നല്ല മണം വരണം. മൂക്കൊന്നും വേണ്ട, നല്ലൊരു മണം വരുമ്പോൾ വെളിച്ചെണ്ണയിൽ വഴന്ന് വരുന്ന നല്ലൊരു മണമുണ്ട്. ആ നല്ല മണം വരുമ്പം അതിലോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ള പോലെ കിടക്കുമല്ലോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. എന്നിട്ട് പിന്നെ നമ്മൾ അതിലോട്ടേക്കാണ് അരപ്പിടുന്നത്. അരപ്പിൽ തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു 1/4 സ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് അരക്കേണ്ടത്. അരച്ചിട്ട് അരവ് ഇതിലോട്ടിട്ട് ഇത് തിളക്കുമ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചേർക്കാത്തതുകൊണ്ടാണ്, ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ വഴറ്റുമ്പോൾ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലൊരു മണം വരുന്നവരെ മൂപ്പിച്ചിട്ട്, ബ്രൗണൊന്നും ആവണ്ട, നല്ലൊരു മണം വരുമ്പോൾ മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ഇടുക. വേണമെങ്കിൽ ചെറിയ ഉള്ളിയും കൂടി അതിൻ്റെ കൂടെ ചേർക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു കറി മാത്രം മതി. ഒരുപാട് കറി കൂട്ടി ശീലമുള്ളവർക്ക് അധികം വേണ്ടി വരും, അല്ലാത്തവർക്ക് ഒരു കറി മാത്രം മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലിടുന്ന മല്ലിപ്പൊടി ഞാൻ വീട്ടിൽ നിന്ന് വറുത്ത് പൊടിച്ച മല്ലിയാണ്. വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ മൂവൻ മല്ലി വറുത്ത് മിക്സിയിൽ പൊടിച്ചത്. അപ്പോൾ അതിനൊരു നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ്. ഇഷ്ടപ്പെടുന്നവർക്ക് ഫ്ലേവർ വരുന്നത്. പിന്നെ മുളക് പൊടി ഞാൻ പച്ച തന്നെ ചേർത്തത്. വേണമെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി നമ്മൾ ചൂടാക്കി കളറുമായിട്ട് ഒരു ബ്രൗൺ ആകുന്ന വരെ വറുത്ത് അരക്കുമ്പം അരവിൻ്റെ കൂടെ ചേർക്കുകയും ചെയ്യാം. അതാണെങ്കിലും ടേസ്റ്റാണ്. പക്ഷേ നമ്മളെപ്പോൾ ഈസി കറിയല്ലേ പറയേണ്ടത്. ഈസി കറി ആകുമ്പോഴത്തേന് നമ്മൾ പച്ചയായിട്ട് തന്നെ ഇടുന്നത്. മല്ലി മാത്രം ഞാൻ അങ്ങനെ വറുത്തുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നല്ലൊരു ഒരു കോഫി കളർ കറിയായിരിക്കും. ഇതാകുമ്പോൾ കുറച്ചുകൂടി കളറ് കുറവായിരിക്കും, ആ കളർ ഉണ്ടാവില്ല അങ്ങനെ. പക്ഷെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. അഥവാ ആയിരിക്കും വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ മുട്ട ചേർക്കുമ്പോൾ നമ്മൾ കത്തി കൊണ്ടൊരു ഇങ്ങനെ വരഞ്ഞ് അതിൽ ചേർത്ത് കഴിഞ്ഞാലില്ലേ, ഈ മസാലയെല്ലാം മുട്ടേൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യൽ. പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്, പാചകം ചെയ്ത് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പം പറയൽ. സാധാരണ വീട്ടമ്മമാർക്കും പാചകം ചെയ്യുന്നവർക്കൊന്നും ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടി വരില്ലല്ലോ. അപ്പോൾ അറിയാത്തവരാരും കാണുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടാണ്. പിന്നെ അത് കൂടാണ്ട് ഈ മുട്ട നമ്മൾ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ മഞ്ഞില്ലേ, ആ മഞ്ഞ കൈ കൊണ്ട് പൊടിച്ച് കറിയിൽ മിക്സ് ചെയ്താൽ കറിക്ക് നല്ല കൊഴുപ്പില്ലാത്ത കറിയാണെങ്കിൽ കൊഴുപ്പും ഉണ്ടാവും, മുട്ടയുടെ നല്ല ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ, ഉള്ളിയും തക്കാളിയും വഴറ്റുമ്പോൾ തന്നെ ചേർക്കാൻ മറന്നുപോയത് കാരണം ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വഴറ്റി നല്ല മണം വരുമ്പം കറിയിലോട്ട് ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കറിയും എന്ന് പറഞ്ഞാൽ എന്നാണ്
6 മലയാളിക്ക് 100 മലയാളം എന്നെല്ലാം പറയുന്നില്ലേ, അതുപോലെ എല്ലാ ജില്ലയിലും എല്ലാ നാട്ടിലും എല്ലാ വീട്ടിലും ഒരേ സാധനം തന്നെ കറി വെക്കുന്നത് പല രീതിയിലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ആ ഒരു കൂട്ടുന്ന ടേസ്റ്റിൽ നിന്നൊന്ന് മാറിയിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റല്ലേ. ഇത് രാവിലെ ഉണ്ടാക്കിയാൽ സാധാരണ മുട്ടയെല്ലാം കഴിക്കുന്നവരാണെങ്കിൽ ദോശേൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ഈ പെട്ടെന്ന് ജോലിക്ക് പോകുന്നവരിൽ ഒരു കറി ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ ഉച്ചക്കത്തേക്ക് ചോറിനും എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാവരും കറിയാണ്. ഈ കറി ഞാൻ ആദ്യമായിട്ട് കൂട്ടിയത് അച്ഛൻ്റെ ഇളയ അനിയത്തി നാരായണി ഇളയമ്മ, നമ്മൾ കണ്ണൂർ അങ്ങോട്ടെല്ലാം അനിയത്തി, അമ്മേരെ അനിയത്തി, അച്ഛൻ്റെ അനിയത്തിനെല്ലാം ഇളയമ്മ എന്ന് വിളിക്കുക. അപ്പോൾ നാരായണി ഇളയമ്മേൻ്റെ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം പോയാലും മുട്ടക്കറി ഉണ്ടാക്കി തന്നു. വേറെ കറികളുണ്ടായിന്, അതിൻ്റെ കൂടെ മുട്ടക്കറിയും ചോറും തന്നു. അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ റെസിപ്പി ചോദിച്ചു. അപ്പോൾ എൻ്റെ എല്ലാ കറിയും ഞാൻ എവിടെ നിന്നെങ്കിലും കഴിച്ചതോ ആരോടെങ്കിലും റെസിപ്പി ചോദിച്ചതോ എപ്പോഴെങ്കിലും അങ്ങനെയുള്ള കറിയായിരിക്കും. അപ്പോൾ എനിക്ക് അവരെ ഓർമ്മ വരും അത് ഉണ്ടാക്കുമ്പോൾ. എപ്പോഴും ആ ടേസ്റ്റ് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് മനസ്സിൽ എനിക്ക് ആ ടേസ്റ്റ് വിചാരിച്ചാൽ അതേ ടേസ്റ്റ് തന്നെ വരും. അത് മിക്ക ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും, പക്ഷേ എനിക്കങ്ങനെയാണ്. ഒരു കറീൻ്റെ ടേസ്റ്റ് അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, താങ്ക് യു.